തലവർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഉസ്താദിന്റെ അടപ്പിയാൻ തെറിപ്പിച്ചനെ. ഈ ബിസിനസ്സിൽ ആദ്യമായി വേണ്ടത് പരസ്പര വിശ്വാസമാണ്. അത് എന്നില്ലാതാവുന്നു അന്ന് പരിപാടി നിർത്തണം. കുഞ്ഞായൻ ബഹളം വെച്ചപ്പോ അവര് വെടിവെക്കുന്ന ഞാൻ വിചാരിച്ചേ. വെടിവെക്കാൻ തോക്കിനകത്ത് ഉണ്ട മാത്രം ഉണ്ടായ പോരാ, മനസ്സിനകത്ത് ഉണ്ട വേണം. അതെന്തുണ്ടാ? ആ ഉണ്ടേന്റെ പേരാണ് ധൈര്യം. നമ്മളൊക്കെ വെടിവെക്കണമെങ്കിലേ അവനൊക്കെ ഒന്നുകൂടി ജനിക്കണം. അവനൊക്കെ ഇനിയും ജനിക്കണമെന്ന് നമ്മളിവിടെ കാണുമോ? നിങ്ങളെന്ത് മണ്ടത്തരായി പറയുന്നത്? അതല്ലേ നമുക്ക് ഞാൻ പറഞ്ഞത്. അവന് ഈ ജന്മം നമ്മളെ വെടിവെക്കാൻ പറ്റില്ലെന്ന്. ഇവൻ അവനൊക്കെ വലിയ ഹലോ, ഇതെന്താ ഇവിടെ? ഞങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല. പൊന്ന് സാറേ, നമ്മൾ ഒരുമിച്ചുള്ള ആശുപത്രിയിൽ നിന്ന് ചീട്ടടിച്ചത്. തലക്കടകിട്ട് 3 നാൾ കൂടെ ഒരുമിച്ച് ആശുപത്രിയിൽ ഒന്ന് മറന്നോ? ഓ അത് ശരി. അന്ന് മുഖം ശരിക്കും കാണാത്തോണ്ട് ആളെ മനസ്സിലായില്ല. ഞാൻ കുഞ്ഞായൻ. ഹലോ. ഇത് മുസ്തഫ. ഹലോ. ഇത് ആൽഫ്രഡ്. ഹലോ. എന്താ എല്ലാരും കുടുംബത്തോടെ? ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ അത് കഴിഞ്ഞു. സാറിന്റെ എവിടെ? എനിക്കൊരു ജീവിത പ്രശ്നമാണ്. ഒരു കസ്റ്റമറെ കാണാൻ വന്നാ. ഇതാരാ പോക്കറ്റിൽ നിന്ന് തല പുറത്തിട്ട് നോക്കണത്? ഇതൊരു പാവ. ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരാൾ സമ്മാനിച്ചതാ. എങ്ങനെയുണ്ട്? ഫസ്റ്റ് നല്ല തറവാടുത്തുള്ള പാവക്കുട്ടി ഇല്ലേ മുസ്തഫ? അതെ. കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്, പല്ലിയത്താവും. ഇമാതിരി സാധനം കിട്ടാ ബുദ്ധി വളരും. അവര് നമ്മളെ പോലെ നല്ല മനുഷ്യരാവും. ഇതിനകത്തൊക്കെ കിളികളുണ്ടല്ലേ? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു സത്യം പറയാം. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെനിക്ക് സമ്മാനിച്ചതാ. ഇതിനകത്ത് കുലുങ്ങുന്നത് മുഴുവനെ അവളുടെ ഹൃദയമിടിപ്പുകളാണത്രേ. അല്ലോ, എന്താ ഈ ഹൃദയം നമ്മൾ തൊട്ട് അശുദ്ധമാക്കണില്ല. സാറ് തന്നെ പിടിച്ചാട്ടെ. പിന്നെ അത് താഴ്ത്തിനാളെ കൊണ്ടോണേ. ഈ ഹൃദയം എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ബേജാറിന്റെ സംഗതിയാ. നല്ല മനുഷ്യൻ. പ്രേമിച്ച് പ്രേമിച്ച് ഇപ്പോഴത്തെ ആണിനും പെണ്ണിനും തലയ്ക്ക് വട്ടായെന്നാ തോന്നണ. ഞമ്മളും നമ്മുടെ വാപ്പായും പ്രേമിക്കുന്ന കാലത്ത് അന്നത്തെ പെൺകുട്ടികള് ഉറുമാലിന് നമ്മുടെ പേരെഴുതി അത്ര മുക്കി തരും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു പ്രാന്ത്. ഇമാതിരി പാവക്കുട്ടി പ്രാന്ത് നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത്. മുസ്തഫ, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ പാവക്കുട്ടിയല്ലേ? അത് പിന്നെ കണ്ടറിഞ്ഞൂടെ? അല്ല ഇടങ്ങേറായ മുസ്തഫ, മേലോട്ട്. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. സാറേ, സാറേ, രാസ്ത ചോടന പാവക്കുട്ടി സാറേ. തലവരെ, നമ്മളെ പാവക്കുട്ടി ഒരുത്തൻ കീസെടുത്ത് പോലെ നമ്മളിപ്പൊ കണ്ട്. ആ പെണ്ണത് അയാൾക്ക് കൊടുത്ത് അവരൊന്ന് മുഹബത്ത് പോയി. അതിനകത്ത് രത്നങ്ങളുണ്ട് തലവരെ. കിലുക്കൻ ഞാനും കേട്ടതാ. അതെ, നമ്മളത് വാങ്ങി കുലുക്കി നോക്കി. സൂക്ഷിച്ചു വെച്ചോന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത്. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. തുന്നിയ സ്ഥലത്ത് വേദന ഉണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു. വേദന വരുമ്പോ തടവി തരാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് ഡോക്ടർ ചോദിച്ചു. നമ്മളെന്തിനാ കള്ളം പറയുന്നത്? ഉണ്ടെന്ന് ഞാനും പറഞ്ഞു. കണ്ടോ, അവളുടെ കയ്യിലാണ് നമ്മുടെ ചരക്കുണ്ടായിരുന്നത്. അത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് ആരോ കുത്തുകിട്ട് വീണത്. അത് ഇയാളാണ് തലവര് പറഞ്ഞത്. ഇപ്പൊ വിശ്വാസമായ ഇപ്പൊ കുത്ത് നമ്മുടെ അഞ്ചത്തായി. അവർ രണ്ടാളും ആ കുത്തുകാരനും ഒന്നായി. ചിന്തിക്കാനൊന്നുമില്ല. തലയൊരു പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം അഹിംസ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. 9 ലക്ഷത്തിന്റെ രത്നങ്ങളാണ് ആ പാവയ്ക്കകത്തുള്ളത്. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അതെടുത്ത് തലവർക്ക് കൊടുക്കണോ? 3 വീതം വെച്ച് നമ്മൾ നാട്ടിലേക്ക് വണ്ടി കയറുന്ന വലിയ ബുദ്ധി. ഒരാളെ വേദനിപ്പിച്ച് നമ്മൾ എന്ത് സ്വർഗ്ഗമാണ് നേടാൻ പോകുന്നത്? കള്ളത്ര ഏതായാലും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരോട് പോയി. അവരോട് പോയി. ഇപ്പോഴെങ്കിലും രണ്ടുപേരെ ഒന്നിച്ചൊന്ന് കണ്ടല്ലോ. തിളക്കൊക്കെ തീർന്നു. ആ ഏതാണ്ടൊക്കെ ഒന്ന് തീർപ്പായി. ശരിക്കും പറഞ്ഞ സിസ്റ്ററാണ് ഞങ്ങളുടെ ജീവിതം രക്ഷിച്ചത്. ഡോക്ടർ കുൽക്കർണിയെ പറ്റി പറഞ്ഞപ്പോ മുതല് സിസ്റ്റർ ഒരു പ്രസന്റേഷൻ തരണമെന്ന് ഇവിടുന്ന് പോയപ്പോ മുതൽ ഞാൻ വിചാരിക്കുന്നതാ. ഈ ഷോളും ഞാൻ വാങ്ങിയതാ. ഇത് ഞാനൊരു സമ്മാനമായി തന്ന സ്വീകരിക്കാൻ സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, സ്നേഹം കൊണ്ട് തരുന്നതല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങള് ഡോക്ടർ കുൽക്കർണിയെ കണ്ടു അല്ലേ? അയാൾ എത്രയോ ഓപ്പറേഷൻ ചെയ്ത് അവരുടെ ഭാര്യമാരൊക്കെ 4-5 കുട്ടികളെ പ്രസവിച്ചിട്ടുമുണ്ട്. പ്രസവം ഇവിടെ തന്നെ വേണം കേട്ടോ. ഞങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. എന്താ കുട്ടി ഇത്? കുൽക്കർണിയെ കാണാൻ വരുന്ന പലർക്കും സംഭവിക്കുന്നതായത്. അദ്ദേഹം പാന്റിന്റെ സിബ് ഇട്ടിട്ടില്ല. സിബ്
എന്റെ വാതിലടക്ക്. എന്തേ? വാതിലിന്റെ കൊളുത്തുപോയി. അവരാ സിസ്റ്ററോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പാന്റ് അഴിക്കുന്നുണ്ട്. എന്തോ പരിശോധിക്കാൻ വേണ്ടി ആ സിസ്റ്ററുടെ മുറിയിലേക്ക് പോകുന്ന ലക്ഷണമുണ്ട്. അവനെ ഇവിടെ വെച്ച് പിടിക്കണോ അതോ പുറത്ത് വെച്ച് പിടിക്കണോ? ഇവിടെ നിന്ന് പിടിച്ചാൽ മതി. എന്നാലും നേരിട്ട് ഏറ്റുമുട്ടിയുള്ള ഫ്രണ്ട്ഷിപ്പ് പോലെയാണോ? അന്നും നമ്മുടെ മുഖം അവൻ കണ്ടിട്ടില്ല, ഇന്നും നമ്മുടെ മുഖം അവൻ കാണുന്നില്ല. എന്തേ? ആ. അവർ ആ നേഴ്സിന്റെ മുറിയിൽ കാണും. ഇഞ്ചക്ഷൻ റെഡിയാണോ? റെഡി. റെഡി. जल्दी करो. ये ऑपरेशन करने वाला पेशेंट को इस कोने पे किसने छोड़ दिया? केयरफुल. മുസ്തഫ, ഞാൻ പിന്നാപ്പറഞ്ഞത് അവനെ കെട്ടിപ്പിടിക്കണം. ഉടൻ നീ മുന്നാക്കം വന്ന് അവനെ ക്ലോറോഫോം മണപ്പിക്കണം. ബഹളം വെച്ചാൽ ഇഞ്ചക്ഷൻ കൊടുക്കണം. കറക്റ്റ്. എന്നിട്ടോ എന്നിട്ട് ഈ കെട്ടഴിച്ച് അവന്റെ തലയിൽ കെട്ടി സ്ട്രക്ചറിൽ കിടത്തി തള്ളി പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാ പെണ്ണോ ഓളെ കാണാനില്ല. ഒരു കൈ സഹായത്തിന് 5-6 ഗുണ്ടകളെ പറഞ്ഞുവിടാമെന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. അതിന്റെ ഫലം നീ ഇപ്പൊ അനുഭവിക്കുന്നു. 1.5 കൊല്ലത്തെ ജയിൽ ശിക്ഷയൊന്നും ഒരു പ്രശ്നമല്ല തലവരെ. അത് പിന്നെ സഹിക്കാം. ആ നേഴ്സ് തല ചൂടുകൾ ഒഴിച്ചു. അയ്യോ, അതാ സഹിക്കാൻ വയ്യാത്ത. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് 1.5 കൊല്ലം കഴിഞ്ഞ് കാണാം. കുറെ കാലമായില്ലേ നിങ്ങൾ ലീവ് ചോദിക്കുന്നു. ഞാൻ 1.5 കൊല്ലം ലീവ് തന്നു വിചാരിച്ചാ മതി. ഇതാ കൂട്ടത്തിൽ കൂട്ടില്ല. തിരിച്ചു വന്ന ലീവ് വരാനോളണം. ട്രാൻസ്ഫർട്ടിന്റെ കാര്യമില്ല പറഞ്ഞോ. അവനെ ആള് മാറി തല ഓപ്പറേറ്റ് ചെയ്തു പോയി. ഇനി അവനെ നോക്കണ്ട മക്കളെ. കാറ്റ് പോകാതെ കിട്ടിയ ഭാഗ്യം. ഈ ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വയറിംഗ് ഒന്നും ശരിയല്ല. ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒരു മിക്സിയോ ഗ്രൈൻഡറോ ഓൺ ചെയ്താൽ മതി, ഉടനെ കറണ്ട് ആവിയാവും. പിന്നെ ഫ്യൂസ് തപ്പി പിടിച്ചിടണം. ഞാനുണ്ടാക്കുന്ന ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നമുക്ക് ഇത്രയും വെളിച്ചം പോരെ? മതി, ധാരാളം മതി. ചെറുപ്പം മുതലേ ഞാൻ നല്ലൊരു കുക്ക. ഞങ്ങളുടെ വീടിനടുത്ത് സൗദാമിനിന്റെ പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാ ഞാൻ ആദ്യത്തെ പലഹാരം ഉണ്ടാക്കിയത്. എന്ത് പലഹാരം അന്ന് ഉണ്ടാക്കിയത്? മണ്ണപ്പം. മണ്ണ് ചിരട്ടെ കോരിയെടുത്ത് നന്നായി അമർത്തി നിലത്തടിച്ച് ഒരു കല്ലെടുത്ത് 2 തട്ട് തട്ടിയ മണ്ണപ്പം അങ്ങനെ ചൂടോടെ നിൽക്കും. മനസ്സുകൊണ്ട് അതിലിത്തിരി ചമ്മന്തിയും 2 കല്ലുപ്പും ചേർത്ത് ഞെരിച്ചങ്ങനെ കഴിച്ചാലുണ്ടല്ലോ, എന്താ രസം അറിയോ? ആരാ ഈ സൗദാമിനി? അവർക്കിപ്പോ എന്റെ പ്രായത്തിലുള്ള മക്കളുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് ഡോക്ടർ കുൽക്കറിനെ കാണേണ്ട ആവശ്യം വന്നിട്ടില്ല. ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ് സൗദാമിനി. വലിയ തറവാട്ടിൽ പിറന്നിട്ടും എന്റെ കുട്ടിക്കാലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അച്ഛനും അമ്മയൊക്കെ ഒരു ഓർമ്മയുള്ളൂ. മുത്തശ്ശിയുടെ താരാട്ടും മുത്തച്ഛന്റെ കൽപ്പനകളും എന്തിനും ആർത്തി കാണിക്കുന്ന ഒരു കൂട്ടം കുടുംബക്കാരും. 3-ാം വയസ്സിലെ പട്ടാളത്തിൽ ചേർന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ എന്നെ നോക്കിയാ മതി. എനിക്ക് തറവാട് ഒരു പട്ടാള ക്യാമ്പ് പോലെയായിരുന്നു. മുത്തച്ഛൻ എന്നെ ജീവനാ. സ്നേഹിക്കാൻ മാത്രമല്ല, കൊല്ലാനും മുത്തച്ഛനെ നന്നായി അറിയാമെന്ന് എല്ലാവരും പറയാറ്. മായ എന്താ മുത്തച്ഛനെ കാണാൻ പോവാത്തെ? പോവണമെന്ന് എപ്പോഴും തോന്നും. പക്ഷേ സ്വത്തിനു വേണ്ടി തമ്മിൽ തല്ലുന്ന ബന്ധുക്കളെ ഓർക്കുമ്പോ പോവാൻ തോന്നില്ല. എല്ലാവരെക്കാളും മുത്തച്ഛൻ എന്നെയാണ് വിശ്വാസം, സ്നേഹവും ഒക്കെ. ഞാൻ എന്തിനെങ്കിലും എതിർ നിന്നു എന്നറിഞ്ഞ മുത്തശ്ശൻ പിന്നെ ജീവിച്ചിരിക്കില്ല. മുത്തശ്ശൻ അറിഞ്ഞുകൊണ്ട് മുത്തശ്ശന്റെ സമ്മതത്തോടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതവും എനിക്കുണ്ടാവില്ല. ഞാൻ എന്താ ചെയ്യാ? ജീവിതവും പറ. കുട്ടിക്കാലം മുതൽ എനിക്ക് സ്നേഹവും വാത്സല്യവും തരാൻ
ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ മുത്തശ്ശൻ. ഞാൻ കാരണം മുത്തശ്ശൻ വേദനിക്കുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ. മുത്തശ്ശൻ എപ്പോഴും പറയും എന്നെ മുത്തശ്ശനെ ഏൽപ്പിച്ചാണ് എന്റെ അമ്മ പോയതെന്ന്. മുത്തശ്ശിക്കും ഉണ്ടായിരുന്നു ഓരോ ആഗ്രഹങ്ങള്. ഞാനൊരു വലിയ ബിസിനസ്സുകാരനെയോ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിവാഹം കഴിക്കണം, സ്വത്തുക്കളിൽ കുറെ ഭാഗം എന്റെ പേരിൽ എഴുതി വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. ശ്വാസം മുട്ടിയപ്പോഴാ ഒരു ജോലി കിട്ടിയതും ഇങ്ങോട്ട് വന്നതും. ചുരുക്കി പറഞ്ഞ മുത്തച്ഛന്റെ കാറ്റ് വീഴുന്നവരെ മായയുടെ കാര്യം മഹാകഷ്ടാണല്ലേ. നിന്റെ മുത്തച്ഛന് വാത്സല്യം കൊണ്ടുള്ള പ്രാന്ത. നമ്മൾ സ്നേഹിച്ചാലോ വിവാഹം കഴിച്ചാലോ കുൽക്കർണിയോ കണ്ടാലൊന്നും നിന്റെ മുത്തച്ഛന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കും. ആ നിമിഷം മുത്തച്ഛൻ മരിക്കും, എന്നെ ശപിച്ചു മരിക്കും. ഞാനാണ് മുത്തച്ഛനെ കൊന്നതെന്ന് എല്ലാരും പറയും. പിന്നെന്താ ചെയ്യാ? ഇത്രയൊന്നും ഭ്രാന്തില്ലാത്തൊരു അമ്മ എനിക്കുണ്ട്. എന്റെ അമ്മ മലയാളിയല്ല, ഗുജറാത്തിയാ. അച്ഛൻ റെയിൽവേലാ, നാരായണ മേനോൻ. ഇപ്പൊ ഒറീസല. അവരുടെ ഒരു പ്രേമ വിവാഹമായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ് ഞാനും ജനിച്ച് എനിക്ക് 11 വയസ്സുള്ളപ്പോഴാ അവരുടെ വിവാഹം കഴിഞ്ഞ കാര്യം തന്നെ അമ്മയുടെ വീട്ടുകാരറിയുന്നത്. എന്നേക്കാ വലിപ്പമുള്ള മീശയും വെച്ച അന്ന് അമ്മയുടെ ഏട്ടന്മാര് നടന്നിരുന്നത്. അന്നെങ്ങാനും സത്യം അറിഞ്ഞ് അച്ഛനെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവർ അച്ഛനെ കൊന്നു കളയുമായിരുന്നെന്ന് അമ്മ ഇപ്പോഴും പറയാറുണ്ട്. അമ്മയുടെ ഒരു മിടുക്കൊണ്ടാ അന്ന് അച്ഛനും അമ്മയും രക്ഷപ്പെട്ടത്. നമുക്കും ആ പാരമ്പര്യം പിന്തുടർന്നാലോ? നിന്റെ സ്വത്തൊക്കെ അവർ തിന്നട്ടടി. നിനക്ക് സ്വത്ത് വേണമെന്നുണ്ടോ? പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെ മുത്തച്ഛനെ കാണണം. കണ്ടോ? പോയി കണ്ണു നിറച്ച് കണ്ടിട്ട് തിരിച്ചു വന്നോ? എനിക്കവിടെ വേറെ കല്യാണം ആലോചിച്ചാലോ? അത് ആലോചിക്കുമ്പോഴല്ലേ നല്ലതാണെങ്കിൽ നമുക്ക് അതൊന്ന് നടത്താന്ന്. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാല്ലേ? ആദ്യം ഒരു പ്രണയം, പിന്നൊരു താലികെട്ട്, അത് കഴിഞ്ഞ 1-2 കുഞ്ഞുങ്ങളും, പിന്നെ ആർക്കും പിരിക്കാനാവാത്തൊരു ഹൃദയബന്ധം. എന്താ അതുപോലെ? അച്ഛന്റെ നിലവിളിയല്ലേ കേട്ടത് കമലാക്ഷി? എന്റെ ദൈവമേ, ഒന്നും പറയാതെ അങ്ങ് പോയോ? എന്റെ പൊന്നേ അച്ഛാ! അയ്യോ, അച്ഛനിത് നിലവിളിച്ചൊന്നും അല്ല, ഞാൻ എന്റെ മായമോളെ വിളിച്ചതാ. കേട്ടാ? അച്ഛാ! ഓഹോ, നിലവിളി കേട്ടപ്പോ എല്ലാരും പേടിച്ചു പോയില്ലേ? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അച്ഛൻ മായയെ വിളിച്ചതാ. ഓ, ഇങ്ങനെ 4 വിളി വിളിച്ചാൽ മതി, അവള് ബോംബെന്ന് പറഞ്ഞെത്തും. നീ എന്തിനാ കൂടെ പറപ്പ ഇങ്ങനെ കരയണേ? നീ ഇങ്ങനെ കരഞ്ഞാ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ചേട്ടാ, നമ്മുടെ അച്ഛൻ അവര് വരുമ്പോ വരട്ടെ. അച്ഛൻ എന്തിനാ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് കിടക്കുന്നേ? അതുകൊണ്ട് എന്റെ സ്നേഹം നിറഞ്ഞ മക്കൾക്കാർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ മനസ്സ് പൊള്ളിയത് വെറുതെയല്ല. ഗോവിന്ദൻകുട്ടി മൈസൂരിൽ നിന്ന് മായയ്ക്കൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. മൈസൂരിലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മകനാ പയ്യൻ. അവന് ഡൽഹിയിൽ ഒരു ഉയർന്ന ഉദ്യോഗം ഉണ്ടത്രേ. ഏത് നേരത്തും വിദേശത്ത് സർക്കിട്ടാ. ഞാനതങ്ങ് നടത്താൻ തീരുമാനിച്ചു. അതിന് അവളെ കൂടെ സമ്മതിക്കണ്ടേ അച്ഛാ? സമ്മതിക്കും. അതാ ഞാനും അവളും തമ്മിലുള്ള ബന്ധം. അതിലൊരു പിഴവ് പറ്റുന്നത് നിങ്ങളൊന്ന് കാണിച്ചതാ. ആ നിമിഷം എന്റെ ചങ്ക് പറിച്ച് നിങ്ങൾക്ക് ഇട്ടുതരാം. നാളെ അവരിവിടെ വരുന്നുണ്ട്. ജോലിത്തിരക്കെന്നും പറഞ്ഞ് 2 കൊല്ലമായി ബോംബെന്ന് വരാത്ത മായയോട് എത്രയും വേഗം ഇവിടെ എത്താൻ പറയണം. അതിനുള്ളൊരു വഴി ആലോചിക്കുക ഞാൻ. അവിടെ പോയി അവളെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരണമെന്നാ ഗോവിന്ദൻകുട്ടി പറഞ്ഞത്. അതിന് ഈ ഗോവിന്ദൻകുട്ടി മൈസൂരിൽ നിന്ന് എപ്പോഴായിട്ടായിരുന്നല്ലേ ഇത്? അവൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആരും കണ്ടില്ലേ? ആ, എന്നാ കണ്ടു. അവനെ തെക്കേ മുറി കിടക്കുന്നുണ്ട്. ഇവിടെ കാലമാടത്തെ കിടപ്പ് കണ്ടില്ലേ? അടച്ച് പൂസായ കിടപ്പാ. എന്നാലും ഈ ഗോവിന്ദൻകുട്ടി നമ്മളറിയാതെ മായയ്ക്കൊരു ചക്കിലുണ്ടാക്കില്ലേ? അതും ഇംഗ്ലണ്ടിൽ ഒരു സേതുമാധവനെ. ഈ വിവരം എന്റെ ശിവൻകുട്ടി അറിഞ്ഞ അവൻ അപ്പ ആത്മഹത്യ ചെയ്യും. അതൊരു നല്ല കാര്യ. കയ്യിൽ നിന്ന് നേരത്തെ അവനോട് ചെയ്യാൻ പറ. വൃത്തക്കേട് പറയാതെ. ഇവനെ വിശ്വസിക്കരുതെന്ന് ഞാൻ എല്ലാരോടും പറയാറുള്ളതാ. അമ്മയുടെ ഇളയ ആങ്ങളെയാണ്, അച്ഛന്റെ പിന്നാലെ അളിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഗോവിന്ദൻകുട്ടി കൊണ്ടുവന്ന സേതുമാധവനെ മായയെങ്ങാനും കല്യാണം കഴിച്ചാൽ അതോടെ മായയും മായയുടെ സകലമായും ഗോവിന്ദൻകുട്ടിയുടെ കയ്യിലാവേ. അയ്യോ, നേരാ. എനിക്കിപ്പോ അറിയണം, അതാരാ ഇന്ത്യയിൽ ഇതുവരെ എത്താത്ത ഒരു സേതുമാധവൻ? അവനെന്താ ഈ വീട്ടിൽ കാര്യം?
നിന്റെ കാര്യം പോക്ക എന്റെ ശിവൻകുട്ടിയെ. ആ സേതുമാധവനാ മായയെ കെട്ടാൻ പോന്നെ. ഒരു ഗണേതമാധവനെ അവളെ കെട്ടാൻ പോണില്ല. കെട്ടിയ അവന്റെ ശവം ഈ വീട്ടുമുറ്റത്ത് കിടക്കും. ഈ ശിവൻകുട്ടി വെറും ശവൻകുട്ടിയല്ല, ഈറ്റപ്പുലിയാണ്. അതും പെറ്റി കിടക്കണമെന്ന് ഓർമ്മിച്ചോ. ആഹാ, ഗണേതമാധവൻ.